ഹായ് എല്ലാവർക്കും A to Zന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഒരു സെക്കൻഡ് സാലറി അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് റവന്യൂ ഏൺ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് fiverr.com എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ പലർക്കും ഡാറ്റ എൻട്രി വർക്കുകളായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രാഫിക്സ് ഡിസൈനിങ് മറ്റുള്ള എന്തെങ്കിലും ഒരു കഴിവുകളുള്ള ആളുകൾ തീർച്ചയായും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ പലർക്കുള്ള ഡൗട്ട്, പലർക്കുള്ള പ്രശ്നങ്ങൾ എന്തെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മൾ സർവീസ് ഓഫർ ചെയ്യുമ്പോൾ നമുക്കതിനെക്കുറിച്ചുള്ള സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഡാറ്റ എൻട്രി ആണെങ്കിൽ ആ ഡാറ്റ എൻട്രി സ്കില്ല് നമുക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരമുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നും റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് നിരവധി പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പേ ഔട്ടും മറ്റു കാര്യങ്ങളൊക്കെ കസ്റ്റമറെ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് fiverr.com എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അതിലെങ്ങനെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ അതിൽ ഗിഗ്സ് നമ്മൾ ഓരോ സർവീസിനും ക്രിയേറ്റ് ചെയ്യുന്ന പേരാണ് ഗിഗ്സ് എന്ന് പറയും. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നൊക്കെ നമ്മളിത് പറയുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മളിതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്സൽ വർക്കുമായി ബന്ധപ്പെട്ടാണ്. എക്സൽ നിങ്ങൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഇപ്പോൾ ഒരു നിങ്ങളുടെ കയ്യിൽ കമ്പ്യൂട്ടർ, നിങ്ങൾ ഈ വർക്കിന് ഡാറ്റ എൻട്രി വർക്ക് അല്ലെങ്കിൽ വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കമ്പ്യൂട്ടർ ഉണ്ടാവും. അപ്പോൾ ആ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് എക്സൽ, മൈക്രോസോഫ്റ്റ് എക്സൽ ഉണ്ടാവും. ആ എക്സൽ യൂസ് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് സാലറി അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ജോബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നും റവന്യൂ ഡെയിലി 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾക്ക് മണിക്കൂറിൽ 1000 മുതൽ 3000 വരെയൊക്കെ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഗിഗ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഇതിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ മുതൽ നമ്മൾ എങ്ങനെയാണ് ഒരു എക്സലിൽ ഒരു വർക്കുകൾ, ഡാറ്റ ക്ലീനിങ്, അതുപോലെ ഡാറ്റ മെർജിങ് ഉണ്ടാവും, PDF to എക്സൽ ഡാറ്റ കൺവേർട്ട്, അങ്ങനെ നിരവധി അവസരങ്ങൾ എക്സൽ ത്രൂ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ എക്സൽ ത്രൂ എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്കുകൾ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എങ്ങനെ വർക്ക് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ സീരീസും ഓരോ വീഡിയോകളും നിങ്ങൾ മിസ്സാവാതെ അതിൽ സാമ്പിൾ ഫയൽ നിങ്ങൾക്ക് തരുന്നതാണ്. അത് നോക്കി നിങ്ങൾക്ക് പഠിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഒരു സെക്കൻഡ് സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു വീട്ടിലിരുന്നു കൊണ്ട് റവന്യൂ ഏൺ ചെയ്യുക, അല്ലെങ്കിൽ ഓഫീസിലാണെങ്കിൽ ജസ്റ്റ് 1 മണിക്കൂറോ 2 മണിക്കൂറോ നിങ്ങൾ മാറ്റി വെച്ച് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് എങ്ങനെയാണ് ഫൈവറിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ഒരു ഗിഗ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എക്സൽ ഉപയോഗിച്ച് നല്ലൊരു വരുമാനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് fiverr.com. അപ്പോൾ അതിൽ പോയിട്ട്, അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം ആവശ്യം നമ്മൾ എക്സലിൽ നമുക്ക് കുറച്ച് അറിവുകൾ വേണമല്ലേ. ഇപ്പോൾ ഡാറ്റ ക്ലീനിങ് ആണെങ്കിലും എങ്ങനെ ഡാറ്റ ക്ലീൻ ചെയ്യുക എന്നൊക്കെ അറിയണം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നും വർക്കുകൾ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ fiverr.com എങ്ങനെയാണ് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഗിഗുകൾ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കഴിവുണ്ടെങ്കിൽ, നമുക്കൊരു സ്കില്ലുണ്ടെങ്കിൽ ആ സ്കില്ല് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന പേരാണ് ഗിഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് എക്സൽ ഡാറ്റ ക്ലീനിങ് എന്ന് ഞാനിവിടെ അടിച്ചപ്പോൾ നിരവധി ഏകദേശം 42,000+ അധികം സർവീസാണ് ഇതിൽ കാണിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരുപാട് എക്സൽ. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ എക്സൽ ഡാറ്റ ക്ലീനിങ് എന്നുള്ളത് ഏകദേശം 681 വർക്ക് 5 സ്റ്റാറിൽ കാണിക്കുന്നുണ്ട് അല്ലേ. 681 വർക്ക്. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ റേറ്റിലേക്ക് പോരുകയാണെങ്കിൽ 1309 രൂപയാണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. 100 റോസിനും വിത്ത് 5 കോളുള്ള 100 റോസ് ക്ലീൻ ചെയ്യാൻ വേണ്ടി 1309 രൂപയാണ്. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ സ്റ്റാൻഡേർഡ് പാക്ക് ആണെങ്കിൽ 500 റോ, അതുപോലെ പ്രീമിയം പാക്ക് ആണെങ്കിൽ 1000 റോ. അപ്പോൾ 1000, 10,000 അതിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ഒരു 10,000, 20,000, 30,000 റോ ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ സമയത്ത് നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അത് നോക്കി പഠിച്ച സാമ്പിൾ വർക്കും തരും. അതിനുശേഷം നിങ്ങൾക്ക് അത് നോക്കി പഠിച്ച ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഗിഗ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. താഴെ ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഇതിൻ്റെ fiverr.com ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ബിക്കം എ സെല്ലർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. ബിക്കം എ സെല്ലർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിൽ ബിക്കം എ സെല്ലർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ഉണ്ട്, അതുപോലെ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ ഉണ്ട്. നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രൗസറിലുള്ള അതേ ഇമെയിൽ ID ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ ചെയ്താലും കുഴപ്പമില്ല. ഞാൻ ഇവിടെ കണ്ടിന്യൂ വിത്ത് ഗൂഗിളാണ് ചെയ്യുന്നത്.
അതിൽ ചൂസ് ആൻ അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്, കണ്ടിന്യൂ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങളൊരു യൂസർ നെയിം ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് യൂസർ നെയിം കൊടുക്കാം. ഈ ഞാൻ കൊടുത്ത യൂസർ നെയിം ഇപ്പോൾ അവൈലബിൾ അല്ല എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, ക്രിയേറ്റ് മൈ അക്കൗണ്ട് കൊടുക്കാം. അതിനുശേഷം ബൈയിങ് ഫ്രീലാൻസ് സർവീസ്, സെല്ലിംഗ് ഫ്രീലാൻസ് സർവീസ്, ഞാനത് സെല്ലിംഗ് രണ്ടും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുക്കുക. അതുപോലെ സൈഡ് പ്രൊജക്റ്റ് ഓർ ബിസിനസ്, അതുപോലെ പേഴ്സണൽ യൂസ്, പ്രൈമറി ജോബ് ഓർ ബിസിനസ് കൊടുക്കുന്നത്. അതിനുശേഷം ഹൗ മെനി പീപ്പിൾ വർക്ക് അറ്റ് യുവർ കമ്പനി, ജസ്റ്റ് മീ എന്ന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആൻഡ് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ ടുഡേ ടു സ്റ്റാർട്ട് എ പ്രൊജക്റ്റ്, ഫിനിഷ് കൊടുക്കുന്നു. അതിനുശേഷം സ്റ്റാർട്ട് എക്സ്പ്ലോറിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയി. നമ്മുടെ പ്രൊഫൈൽ നമുക്ക് നോക്കാനാവുന്നതാണ്. പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നതാണ്. അതിൽ നമ്മൾ ബിക്കം എ സെല്ലർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കിയതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും അതുപോലെ പ്രൊഫൈലിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രൊഫൈൽ കൊടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കാം. കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നിങ്ങൾ കറക്റ്റായിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെ കൊടുക്കുക. അതിനുശേഷം ഡിസ്പ്ലേ നിങ്ങൾക്ക് എന്താണ് ഡിസ്പ്ലേ കാണിക്കേണ്ടത്. അതിനുശേഷം പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ പിക്ചർ അല്ല, നിങ്ങൾ കറക്റ്റായിട്ടുള്ള നല്ല ഒരു പിക്ചർ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ പ്രൊഫൈൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് കൊടുക്കേണ്ടത്. നിങ്ങളെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ 150 ക്യാരക്ടറിൽ മിനിമം 150 ക്യാരക്ടറെങ്കിലും വേണം. അതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ ഒരു വർക്കുമായി നമ്മൾ ഇതിൽ ചെയ്യുന്ന ഡാറ്റ എൻട്രിയാണ്, നമ്മുടെ എക്സലുമായി ബന്ധപ്പെട്ട ഡാറ്റ എൻട്രിയാണ്. നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജുകൾ ഇവിടെ കൊടുക്കുക. അതിനുശേഷം എത്ര ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. പിന്നെ യുവർ ഒക്കുപേഷൻ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതാണോ അതോടെ കൊടുക്കാവുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഏത് വർഷം മുതൽ ഏത് വർഷം വരെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം സ്കില്ലുകൾ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് സ്കില്ല് എക്സലിൽ നിങ്ങൾക്ക് സ്കില്ലുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് ആണ് ഇന്റർമീഡിയറ്റ്, എക്സ്പേർട്ട് ആണെങ്കിൽ എക്സ്പേർട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഡാറ്റ എൻട്രിയുമായി ബന്ധപ്പെട്ട സ്കില്ലുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഓഫ്ലൈൻ ഡാറ്റ എൻട്രി, വേർഡ് പ്രസ് ഡാറ്റ എൻട്രി, ഇ കോമേഴ്സ് ഡാറ്റ എൻട്രി, MS ഓഫീസ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ എഡ്യൂക്കേഷൻ അത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിന് സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വെബ്സൈറ്റ് ലിങ്ക് ഉണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാവുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക, ജസ്റ്റ് ഞാൻ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം കണ്ടിന്യൂ. അതിനുശേഷം പിന്നെ അക്കൗണ്ട് സെക്യൂരിറ്റി, നിങ്ങളുടെ ഇമെയിൽ, നിങ്ങൾ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമെയിൽ IDയിലേക്ക് വെരിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ലിങ്ക് പോയിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആഡ് ഫോൺ നമ്പർ ഉണ്ടാവും, അത് നിങ്ങൾ ആഡ് ഫോൺ നമ്പറും കൊടുത്ത ശേഷം ഫിനിഷ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഡൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ഗിഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കാം. ഇതിലാണ് നമുക്ക് വേണ്ട എന്താണോ നിങ്ങൾ ഈ ഒരു ഫേവറിൽ ചെയ്യാൻ സർവീസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളിതിൽ ചെയ്യേണ്ടത്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എക്സലുമായി ബന്ധപ്പെട്ട് എക്സൽ ഡാറ്റ ക്ലീനിങ്, ഡാറ്റ എൻട്രി, അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടെത്തുക, അതിൽ PDF മെർജ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്യുന്നത് ഇതുമായി നമ്മൾ എന്ത് റിലേറ്റഡ് ആയിട്ടാണോ ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രൊഫൈലുകൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐ വിൽ ഡു എക്സൽ ഡാറ്റ ക്ലീനിങ്, ഫോർമാറ്റിംഗ്, മെർജ് ഓർ സ്പ്ലിറ്റ് CVS ഫയൽ. അതുപോലെ തന്നെ നമ്മൾ വേറെ നോക്കുകയാണെങ്കിൽ ഐ വിൽ ക്ലീൻ എക്സൽ സ്പ്രെഡ്ഷീറ്റ്, എക്സൽ ഡാറ്റ ക്ലീനിങ്, ഡാറ്റ ക്ലീനപ്പ്, അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുപോലത്തെ ഒരു ഹെഡിങ് നമ്മൾ കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇതിൽ കോപ്പി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ നിങ്ങൾ കോപ്പി ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് പല രീതിയിലും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ChatGPT ഉപയോഗിച്ച് നിങ്ങൾക്ക് അടിപൊളി ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എഴുതാം. യുണീക്കായിട്ട് നിങ്ങളത് വായിച്ച് നോക്കി അതേപോലെ കോപ്പി ചെയ്ത് നിങ്ങൾ ചെയ്യരുത്. ജസ്റ്റ് വായിച്ച് നോക്കിയ ശേഷം മാത്രം നിങ്ങൾ ChatGPT ഉപയോഗിച്ച് പോലും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ എന്ത് ചെയ്യുക, അതൊരു യുണീക്ക്, നിങ്ങൾ AI ജനറേറ്റഡ് ഡിസ്ക്രിപ്ഷൻ ആവരുത്. അത് നിങ്ങളായിട്ടുള്ള യുണീക്കായിട്ടുള്ള നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വായിച്ച് അതിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ആഡ് ചെയ്തൊക്കെ കൊടുക്കുക. ഡാറ്റ ക്ലീനിങ്, എക്സൽ ഡാറ്റ ക്ലീനിങ് ഓർ ഫോർമാറ്റിംഗ്, മെർജ്, PDF to Excel. I will Excel data cleaning. I will do Excel data cleaning, formatting, merge, PDF to Excel. അപ്പോൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗിഗ് ടൈൽ കൊടുത്തിരിക്കുന്നത് I will do Excel data cleaning, formatting, merge, PDF to Excel കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി ഡാറ്റയിൽ ഡാറ്റ ക്ലീനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് കീവേഡ്സ്
അപ്പം നമുക്ക് ഇവിടെ കൊടുക്കുന്ന ടാഗുകളാണ് കീവേഡുകളാണ്. മാക്സിമം 5 എണ്ണം കൊടുക്കാൻ പറ്റും. 5 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. സേവ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എത്രയാണ് നമ്മുടെ മിനിമം പേ ഔട്ട്, നമുക്കൊരു ബേസിക് ആയിട്ടുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടു. ഇവിടെ എക്സൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഐ വിൽ ക്ലീൻ എക്സൽ ഫയൽ വിത്ത് അപ് ടു 100 റോസ് വിത്ത് അപ് ടു 5 കോളം പെർ റോസ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ 1309 രൂപ എന്ന് പറയുന്നത് ഇവിടെ 100 റോസ് 5 കോളം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റേറ്റാണ്. അതുപോലെ നമ്മൾ ചെറിയ റേറ്റ്, നമ്മൾ തുടക്കക്കാരാകുന്നതുകൊണ്ട് തന്നെ ചെറിയ റേറ്റിൽ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് എത്രയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ഡാറ്റ ക്ലീനിങ്, ഫോർമാറ്റിംഗ്, സ്പ്ലിറ്റ്, മെർജ്, ഓർഗനൈസ്, ഡ്യൂപ്ലിക്കേറ്റ് ഇതിന് 1309 രൂപയാണ്. 100 ഐറ്റം ക്ലീൻ ചെയ്യുന്നതിന് 1309 രൂപ. അതുപോലെ തന്നെ മറ്റുള്ള റിസൾട്ടുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ എത്രയാണ് അവർ കൊടുത്തിരിക്കുന്ന എമൗണ്ടുകൾ നമുക്ക് നോക്കാൻ പറ്റും. അത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1300 ഐ വിൽ ക്ലീൻ ഫോർമാറ്റ് എൻ്റർ 600 ഡാറ്റ റോസ്. ഓക്കെ, ഇവിടെ 800 റോസ്, പ്രീമിയത്തിൽ 1000. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഏകദേശം 600 റോസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇനി വരുന്ന വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ റേറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ബേസിക് നെയിം ഓഫ് യുവർ പാക്കേജ് നമുക്ക് ബേസിക് ഇടാം. അതിനുശേഷം നമ്മൾ ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ ഡാറ്റ ക്ലീനിങ്, ഫോർമാറ്റിംഗ്, സ്പ്ലിറ്റ്, മെർജ്, ഓർഗനൈസ്, ഡ്യൂപ്ലിക്കേറ്റിംഗ്. ഡെലിവറി ടൈം 2 days ഡെലിവറി. റിവിഷൻ നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും. നമ്മൾ റിവിഷൻ ഓൾറെഡി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റമർ നമുക്ക് എന്ത് ഒന്നുകൂടി നമ്മൾ സെലക്ട് ചെയ്യും. കാരണം റിവിഷന് നമുക്ക് കൂടുതൽ നമുക്ക് ഒരു തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിവിഷൻ കൊടുക്കാം. പിന്നെ പ്രൈസ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന പ്രൈസ്. അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ മിനിമം $15 കൊടുക്കേണ്ടത്. നിങ്ങൾ $10 അല്ല $15 കൊടുത്താൽ മാത്രമേ സേവ് ആവുള്ളൂ. അതിനുശേഷം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. നിങ്ങളുടെ ആ ഒരു ഗിഗിനെ കുറിച്ച്, നിങ്ങളുടെ സർവീസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ. നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് FAQ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അതുപോലെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ യുവർ ക്വസ്റ്റ്യൻസ് ഇവിടെ നമുക്ക് ഒരു ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കേണ്ട ഇവിടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളിടത്ത് നമുക്ക് ക്ലയൻറ്റിനോട് ആവശ്യപ്പെടാവുന്ന എന്താണ് നമ്മൾ ക്ലയൻറ്റിനോട് നിന്ന് ആവശ്യപ്പെടുന്നത്, അതിന് ആ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഡാറ്റ ഫയൽ ആണെങ്കിൽ പ്ലീസ് സബ്മിറ്റ് യുവർ ഡാറ്റ ഫയൽ അല്ലെങ്കിൽ ഡാറ്റാബേസ് ഫോർ ക്ലീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇനി നമ്മൾ ഗിഗ് ഇമേജ് ആണ് കൊടുക്കേണ്ടത്. ഗിഗ് ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജ് കാണിക്കുള്ളൂ. അപ്പോൾ ഗിഗ് ഇമേജ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് അത് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇമേജിൻ്റെ ഡ്രോപ്പ് ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3-4 ഇമേജുകൾ 3 വരെ നിങ്ങൾക്ക് ഇമേജുകൾ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 1250 × 769 പിക്സലിലുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈസ്. 50 MB മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഇമേജുകളാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ സൈസിലുള്ള ഒരു ഇമേജ് നിങ്ങൾ കൊടുക്കുക. നിങ്ങളുടെ ഗിഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇപ്പോൾ ഡാറ്റ ക്ലീനിങ് ആണെങ്കിൽ എക്സലുമായി ബന്ധപ്പെട്ട ഡാറ്റ ക്ലീനിങ് എന്ന് ഇതിൽ മെൻഷൻ ചെയ്ത് എന്തെല്ലാം സർവീസുകളാണ് നിങ്ങൾ അതിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ കൊടുത്ത ശേഷം നിങ്ങൾക്ക് സേവ് ആൻഡ് കണ്ടിന്യൂ. അതുപോലെ വീഡിയോ കൊടുക്കണമെങ്കിൽ വീഡിയോ കൊടുക്കാം. അതുപോലെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണമെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള വർക്കുകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എക്സലിൽ പ്രാവീണ്യം ഉണ്ടെങ്കിൽ ആ വർക്കുകളൊക്കെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എക്സലിൻ്റെ ഡീറ്റെയിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ മറ്റുള്ള സർവീസ് പ്രൊവൈഡേഴ്സിന് നോക്കുകയാണെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന പോർട്ട്ഫോളിയോ അതുപോലെ തന്നെ ഇമേജുകളൊക്കെ അവർ ചെയ്ത വർക്കിൻ്റെ ഇമേജുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെയൊക്കെ നിങ്ങൾക്കും നിങ്ങളുടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് പരിചയം ഉണ്ടാവില്ല. പക്ഷേ ഞാൻ ഏതായാലും സാമ്പിൾ വർക്കുകളൊക്കെ നിങ്ങൾക്ക് തരുന്നതാണ്. ആ സാമ്പിൾ വർക്കുകൾ ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ പറ്റുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ US പേഴ്സൺ ആണോ അല്ല ഞാൻ ചോദിക്കുന്നത്, നോ കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യയിലാകുന്നതുകൊണ്ട് തന്നെ നമ്മൾ ടാക്സ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേര് കൊടുക്കുക. അതിനുശേഷം കൺട്രി ഏത് സ്റ്റേറ്റിലാണ്, അതുപോലെ തന്നെ സിറ്റി ഇന്ത്യയിലുള്ള ആളാണെന്നൊക്കെ കൊടുക്കാം. അതിനുശേഷം വെരിഫൈ ചെയ്യുക. അത് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതും കൂടി കഴിഞ്ഞിട്ട് എങ്ങനെ വരുന്നത് നോക്കാം. ഇനി വെരിഫൈ നോ എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നമ്പർ കൂടിയും വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ആയി.
അപ്പോൾ നമ്മുടെ ഗിഗ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിഷ് ഗിഗ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗിഗ് നമുക്കിപ്പോൾ പബ്ലിഷ് ആയിട്ടുണ്ട്. ഡൺ കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ഗിഗ് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഓക്കെ, ഡു എക്സൽ ഡാറ്റ ക്ലീനിങ്, ഫോർമാറ്റിംഗ്, മെർജ്, PDF ഫയൽ, എക്സൽ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ fiverr.com പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് ഒരു ഗിഗ് ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ഒരു സൈഡ് ഇൻകം ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ fiverr.com കയറിയിട്ട് ഇതുപോലെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ എക്സലിൽ എങ്ങനെയാണ് ഡാറ്റ ക്ലീനിങ്, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റിംഗ്, ഫോർമാറ്റിംഗ്, മെർജിങ്, അതുപോലെ PDF ടു എക്സൽ എങ്ങനെ ചെയ്യുക, അതിൻ്റെ വർക്കുകളൊക്കെ എങ്ങനെയാണ് കിട്ടിയാൽ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ വരും വീഡിയോകളുടെ ഓരോന്നായിട്ട് നിങ്ങളെ പരിചയപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതിൽ സാമ്പിൾസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ആ വർക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഒരു സെക്കൻഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യാം. നമുക്കെല്ലാം അടുത്തൊരു വീഡിയോ നമുക്ക് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.